ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ്, ഒരു ഐസിങ് കേക്ക്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമിനൊപ്പം ക്രീം ചീസും കൂടെ ആഡ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. കേക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട, പിന്നെ 1 കപ്പ് ഫ്ലോറ്, ഷുഗർ സിറപ്പ്, വാനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടി, പിന്നെ നമ്മുടെ കേക്കിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് ലെമൺ യെല്ലോയാണ്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്രീം ചീസ്. അത് ഞാനിവിടെ 200 ഗ്രാമിൻ്റെയാണ് എടുത്തേക്കുന്നത്. പിന്നെ കൊക്കോ പൗഡർ, ഒരു കേക്കിന് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നതാണ് മെൽറ്റഡ് ബട്ടർ, അമൂലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കേക്കിനൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെറിപ്പഴം യൂസ് ചെയ്യുന്നത്. പിന്നെ ഐസിങ് ഷുഗർ, പഞ്ചസാര ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ ഞാനിവിടെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്, കേക്ക് നല്ലപോലെ ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് പൗഡർ കേക്ക് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വിനെഗർ യൂസ് ചെയ്യുന്നുണ്ട്, കേക്കിന് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാലൻസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിവിടെ 5 മുട്ടയിലോട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കും തോറുമാണ് കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പതഞ്ഞ് വരുന്ന രീതിയിൽ ബീറ്റർ കൊണ്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഈ എഗ്ഗും വാനില എസൻസും കൂടി ചേർന്ന് നിൽക്കുന്നതിനകത്തോട്ട്, ആ ഒരു ലിക്വിഡിനകത്തോട്ട് നമ്മുടെ ഷുഗറും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ മെൽറ്റായിട്ട് നല്ലപോലെ പതഞ്ഞ് വരും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ മെൽറ്റ് ചെയ്ത ശേഷം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. കേക്കിന് എന്തുകൊണ്ടും ഒരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എല്ലാ മുട്ടയും വാനില എസൻസും എല്ലാം മിക്സ് ചെയ്തത് അവിടെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫ്ലോറ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുക. എത്ര പ്രാവശ്യം അരിക്കുന്നതോ അത്രത്തോളം കേക്ക് സ്മൂത്തായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഇതൊരു മാക്സിമം 3 പ്രാവശ്യത്തോളം അരിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളൊരു 3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ അരിക്കുക. അപ്പോൾ അരിക്കും തോറും കേക്കിൻ്റെ സ്മൂത്ത്നെസ് കൂടി വരും. ഈ അരിച്ച് കഴിയുമ്പോൾ കേക്കിൻ്റെ തരികൾ വരുന്നത് റിമൂവ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിതിനകത്ത് പാലൊഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. പാലും കൂടി ഒഴിച്ച് നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ കുഴച്ചെടുത്തേക്കുന്നതാണിത്. നമുക്കിതിനകത്തോട്ട് ഫുഡ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കലക്കി വെച്ചിരുന്ന ഫുഡ് കളർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ലിക്വിഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ബെറ്റർ ക്വാളിറ്റിയിലുള്ള കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളറും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേക്ക് ഒഴിക്കുന്ന ബൗളിനകത്ത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയർ ബൗൾസ് താഴെയുള്ളത് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മുകളിൽ വരും. അത് 2 ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മളിത് ഓവനിൽ വെച്ചേക്കാണ്. ഒരു
185 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നല്ലതുപോലെ അടിച്ചെടുക്കുക. നമുക്കറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി ലിക്വിഡ് ഫോമിൽ നിന്നൊരു സോളിഡ് ഫോമിലോട്ട് അത് കൺവേർട്ട് ആവുന്നത് നമുക്ക് മനസ്സിലാകും. നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് പിടിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 150 ഗ്രാം ക്രീം ചീസിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് എടുത്തതാണ്. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഇടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്നതാണ്. ഇനി ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതാണ്. ഒരുപാടിട്ട് വിപ്പിംഗ് ക്രീം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഹാർഡായിട്ടുള്ള കൺസിസ്റ്റൻസി ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിടാം. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു മണിക്കൂറെങ്കിലും 10-15 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കേക്ക് എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും കാണിക്കാൻ വിട്ടുപോയി, സോറി. അപ്പോൾ ഞാൻ ഓരോ കേക്കിൻ്റെ ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ചെയ്യുന്നതാണിത്. ഞാൻ കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ് ലെവൽ നമ്മൾ ചെയ്തു. സെക്കൻഡ് ലെവൽ കേക്ക് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിച്ച് അതിനകത്തോട്ട് വിപ്പിംഗ് ക്രീം അടിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നല്ലൊരു ലെവലിൽ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ 3 ലെയറും ഏറ്റവും മുകൾ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ കേക്കിന് ഒരു ഫ്ലേവർ അല്ലെങ്കിൽ കേക്കിന് ഒരു സ്മൂത്ത്നെസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ സിറപ്പാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിക്കുമ്പോഴും അതിനൊരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ ബേസിലാണ്. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫയർ ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെക്കും. അപ്പോൾ ഇനി ഞാൻ ഈ ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതാണ്. പാലറ്റ് നൈഫ് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ പാലറ്റ് നൈഫ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ATM കാർഡ് വേണ്ടാത്ത ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും കേക്ക് ലെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കേക്ക് അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ഗ്രീൻ കളർ, എഡിബിൾ ഫുഡ് കളർ ഗ്രീൻ ആഡ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. എഡിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഫുഡ് കളേഴ്സ് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ക്വാണ്ടിറ്റിയിലുള്ളത് ക്വാളിറ്റിയിലുള്ളത് വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ എഡിബിൾ ആണോ എന്നും കൂടി നോക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. പിന്നെ ഞാനിവിടെ യെല്ലോ നേരത്തെ തന്നെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് 2 കളറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് എടുക്കുകയാണ്.
കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡെക്കറേഷൻ നോക്കാം. ഞാനിത് ഒരു കോമൺ ആയിട്ടുള്ള ഡെക്കറേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഡെക്കറേഷൻ ഏകദേശം ഒരു സൈഡിൽ ഡെക്കറേഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ ഡെക്കറേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഓവനിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. അതാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഡെക്കറേഷൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ചെയ്താലും നല്ലതായിരിക്കും. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യുക. പിന്നെ ഇത് ഞാൻ കേക്കിന് ഒരു ഭംഗിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഹാഫ് യെല്ലോ ഹാഫ് ഗ്രീനൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ ഡോട്ട്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഡെക്കറേഷന് നിങ്ങളുടെ കഴിവിനും അനുസരിച്ചത് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഐസൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായേക്കുവാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഫൈനായിട്ടുണ്ട്. ഇത്രയും നേരം ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് കേക്കിൻ്റെ ആ ഒരു ലെയറിന് ഒരു ചെറിയ പിടുത്തമുണ്ട്. നമ്മൾ നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പോഞ്ചായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കേക്കാണ്. സോ താങ്ക് യു.